ഹലോ ഹായ് അസ്സാം വലൈക്കും നമസ്കാരമുണ്ട്. റാസ് ഗാർഡൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ കഴിഞ്ഞ വീഡിയോൻ്റെ തുടർച്ചയായിട്ടൊരു വീഡിയോ ചെയ്യുമെന്ന് അറിഞ്ഞിരുന്നു. നമ്മൾ ഡ്രമ്മിൽ ടെറസ് ഗാർഡൻ ചെയ്യുന്നവർക്ക് അല്ലെങ്കിൽ ഡ്രമ്മിൽ കൃഷി ചെയ്യുന്നവർക്ക് എങ്ങനെ വളം കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മളതിൻ്റെ ഒരു സ്ലറി ഉണ്ടാക്കുന്ന ഒരു ബയോ ഓർഗാനിക് സ്ലറി ഉണ്ടാക്കുന്ന ഒരു വീഡിയോ ആണ് ഇന്ന് ചെയ്യാൻ പോകുന്നത്. കാരണം മഴ ആയിട്ടും സമയമില്ലാത്തതുകൊണ്ട് ചെയ്യാതിരുന്നതാണ് കുറേ ആയിട്ട്. അപ്പം ഗോപിയേട്ടൻ അതിൻ്റെ ഡ്രമ്മൊക്കെ ക്ലീനാക്കി കണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്കതിന് വേണ്ട കുറച്ച് സാധനങ്ങളാണ്, വളരെ ചിലവ് ചുരുങ്ങിയിട്ട് ഉണ്ടാക്കേണ്ട കുറച്ച് സാധനങ്ങളാണ്. നമ്മുടെ വെർമി കമ്പോസ്റ്റ് വേണം, അതേപോലെ തന്നെ കടലപ്പിണ്ണാക്ക് വേണം, ഹ്യൂമിക് ആസിഡ് വേണം, അതേപോലെ തന്നെ സീവീഡ് എക്സ്ട്രാക്റ്റ്, 1 കിലോ ശർക്കര, EM1 സൊല്യൂഷൻ എന്ന് പറഞ്ഞിട്ട് ഒരു സൊല്യൂഷൻ വാങ്ങിക്കാൻ കിട്ടും. അപ്പോൾ ഇങ്ങനെ ഒരു 5-6 ഐറ്റംസ് വെച്ചിട്ടാണ് നമ്മൾ ഈ സൊല്യൂഷൻ ഉണ്ടാക്കുന്നത്, ഈ സ്ലറി ഉണ്ടാക്കുന്നത്. അപ്പോൾ ജസ്റ്റ് ഒന്ന് കാണിക്കാം. അപ്പോൾ അതിൻ്റെ മുന്നോടിയായിട്ട് നമ്മളെ പോളി ഹൈലൈറ്റും അതേപോലെ തന്നെ ഡോളോമേറ്റും ഒക്കെ കൊടുക്കേണ്ടതുണ്ട്. അപ്പോൾ അത് മുൻകൂട്ടി ഞാൻ കൊടുത്തിട്ടതാണ്. അപ്പോൾ അത് കൊടുക്കുന്ന സമയത്ത് വീഡിയോ കാണിച്ചിട്ടില്ല. അപ്പോൾ ഡോളോമേറ്റാണ് ഒരു ഡ്രമ്മിന് മാക്സിമം ഒരു 150 ഗ്രാം കണ്ട് ഡോളോമേറ്റും ഒരു 150-200 ഗ്രാം കണ്ടിട്ട് ചെടിയുടെ വലുപ്പമൊക്കെ അനുസരിച്ചിട്ട് ചെറിയ ചെറിയ മാറ്റങ്ങളൊക്കെ നമുക്ക് വരുത്താം. പോളി ഹൈലൈറ്റും കൊടുക്കേണ്ടതാണ്. അപ്പോൾ അതിൽ പ്രധാനമായിട്ട് നമ്മൾ എടുത്തു പറയേണ്ടത് ഡോളോമേറ്റ് ഒരിക്കലും ഒരു വളമല്ല, അത് മണ്ണിൻ്റെ pH നിലനിർത്താൻ വേണ്ടിയിട്ടുള്ളൊരു പ്രോപ്പർട്ടിയാണ്. അതിൻ്റെ കൂടെ ചെറിയൊരു ശതമാനം കാൽസ്യം മഗ്നീഷ്യം കിട്ടുന്നുണ്ട്. നമ്മളെ വളം എന്ന് പറഞ്ഞത് നമുക്ക് എല്ലാവർക്കും അറിയാം NPK ആണ്, നൈട്രജൻ ഫോസ്ഫറസ് പൊട്ടാഷ്. ഈ സംഗതികളാണ് വളമായിട്ട് നമ്മൾ ഉപയോഗിക്കേണ്ടത്. ഇതിൽ കൂടുതൽ കണ്ടൻ്റ് ഉള്ളതും ബൂസ്റ്റിങ്ങും പിന്നെ സ്റ്റിമുലേറ്റ് ചെയ്യാനും ഇതിൻ്റെ കാലാവസ്ഥനെ അല്ലെങ്കിൽ മരത്തിന് വരുന്ന പ്രഷറിനെ കൺട്രോൾ ചെയ്യാനുള്ളതൊക്കെയാണ്. ഇപ്പോൾ സീവീഡ് എക്സ്ട്രാക്റ്റ് നമ്മൾ പറഞ്ഞു, അതും ഒരു വളമല്ല, അതൊക്കെ എക്സ്ട്രാ സാധനങ്ങളാണ്. അതിനെ ചെടീനെ സ്റ്റിമുലേറ്റ് ചെയ്യാനും ചെടീൻ്റെ വേരുകളുടെ ഗ്രോത്ത്, അതിൻ്റെ വളർച്ച കാര്യങ്ങളൊക്കെ ത്വരിതപ്പെടുത്താനൊക്കെ ഉള്ളതാണ്. അതേപോലെ തന്നെയാണ് ഇപ്പോൾ നമ്മുടെ EM സൊല്യൂഷൻ എന്ന് പറഞ്ഞാലും വളമല്ല, അത് ഉള്ള മൈക്രോബ്സിന് സൂക്ഷ്മാണുക്കളെ വളർത്തിക്കൊണ്ട് ഉള്ള ബാക്ടീരിയനെ മൾട്ടിപ്ലൈ ചെയ്യുക. ഒരു 10 ബാക്ടീരിയ ഉണ്ടെങ്കിൽ അതിനെ 10 കോടി ബാക്ടീരിയകളാക്കി മാറ്റാനുള്ള ഒരു ലിക്വിഡാണ് നമ്മളെ EM സൊല്യൂഷൻ എന്ന് പറഞ്ഞത്. അപ്പോൾ ഇതൊക്കെ എന്താ പറയണതെന്ന് പറയാനുള്ള കാരണം വളം നന്നായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഇതിൻ്റെ അളവൊന്നും ആരും കൂട്ടണ്ട. അപ്പോൾ അങ്ങനെ കുറേ ഒരു സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ കുറച്ച് കൂടുതൽ കൊടുത്തു വെച്ചിട്ട് ഒന്നും സംഭവിക്കില്ല. കാരണം ഇതൊക്കെ ഒരു ചെടിക്ക് ആവശ്യമുള്ളത് മാത്രമേ അവർ വലിച്ചെടുക്കുള്ളൂ. അപ്പോൾ ഞാൻ അതിൻ്റെ റേഷ്യോ അതിൻ്റെ മിക്സിങ് കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് നിങ്ങളെ കാണിച്ചു തരാം. അപ്പോൾ ഞാൻ തയ്യാറാക്കുന്നത് 200 ലിറ്ററിൻ്റെ ഒരു ഡ്രമ്മിലേക്കുള്ള അതാണ് ആദ്യം തയ്യാറാക്കുന്നത്. അപ്പോൾ നിങ്ങൾ എത്രയാണോ ഉണ്ടാക്കുന്നത് അത് അതിനനുസരിച്ചിട്ട് നിങ്ങൾ 100 ആണെങ്കിൽ ഇപ്പോൾ ഈ പറഞ്ഞതിൻ്റെ പകുതി എടുത്താൽ മതി, 50 ആണെങ്കിൽ അതിൻ്റെയും പകുതി എടുത്താൽ മതി. അപ്പോൾ ഇനി പ്രത്യേകം പറഞ്ഞ് സമയം കളയുന്നില്ല. അപ്പോൾ നമുക്ക് നേരെ നമ്മളെ മിക്സിങ്ങിലേക്ക് കിടക്കാം. അപ്പോൾ നമ്മൾ ആദ്യം ചേർക്കുന്നത് ജാഗരിയാണ്, 1 കിലോ ശർക്കര. 200 ലിറ്ററിലേക്കുള്ള അളവിലേക്കാണ് ഇപ്പോൾ നമ്മളിത് പറയുന്നത്. അപ്പോൾ ആദ്യം ഒരു 100 ലിറ്റർ വെള്ളം എടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് 1 കിലോ ശർക്കരയാണ് നമ്മൾ ആഡ് ചെയ്യുന്നത്. ശർക്കര ജാഗരി പല നാട്ടിലും പലതാണ്. അപ്പോൾ നമ്മളെ നാട്ടിൽ പറഞ്ഞാൽ ഇപ്പോൾ ഇവിടെ അച്ചുവല്ലേ കിട്ടുന്നുള്ളൂ. അപ്പോൾ 1 കിലോ ശർക്കര നമ്മൾ ഉപയോഗിച്ചു. പിന്നെ 5 കിലോ കടലപ്പിണ്ണാക്ക് എന്ന് പറഞ്ഞാൽ ഇനി അതിനും ഓരോ നാട്ടിലും ഓരോ ഇതുണ്ടാവും. നമ്മളൊരു 5 കിലോ കടലപ്പിണ്ണാക്കാണ് നമ്മളതിൽ ചേർക്കുന്നത്. 200 ലിറ്റർ വെള്ളത്തേക്കുള്ള അളവാണ് ഞാൻ പറയുന്നത് കേട്ടോ. 5 കിലോ കടലപ്പിണ്ണാക്ക് ചേർത്തു. ഇനി നമുക്ക് ചേർക്കാനുള്ളത് വെർമി കമ്പോസ്റ്റാണ്. അത് കടകളിൽ വളപ്പീടികളിലൊക്കെ വാങ്ങിക്കാൻ കിട്ടും. ധാരാളം സൂക്ഷ്മാണുക്കളുള്ള ഒരു കമ്പോസ്റ്റാണ് വെർമി കമ്പോസ്റ്റ്. അത് 10 കിലോ ആണ് നമ്മൾ ചേർക്കുന്നത്. 5 കിലോൻ്റെ 2 ബാഗാണ്. പത്ത് കിലോ വെർമി കമ്പോസ്റ്റ് നമ്മൾ ചേർത്തു. ഇത് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. ഇനി അതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് സീവീഡാണ്. സീവീഡ് ലിക്വിഡാണ് ശരിക്കും കിട്ടേണ്ടത്. എൻ്റെ അടുത്ത് ലിക്വിഡ് ഇല്ലാത്ത കാരണം ഞാൻ 200 ഗ്രാം സീവീഡ് ഫ്ലേക്സ് ആണ് ഉപയോഗിക്കുന്നത്. ജെല്ലാണ്, ലിക്വിഡ് ആണെങ്കിൽ 200 മില്ലി ലിക്വിഡാണ് നമ്മൾ ചേർത്ത് കൊടുക്കേണ്ടത്.
അപ്പോൾ 4 പോട്ട് 50 ഗ്രാം വെച്ചിട്ട് 4 പോട്ട് 200 ഗ്രാം നമ്മൾ സീവീഡ് ഫ്ലാക്സ് ചേർത്തിട്ടുണ്ട്. ഹ്യൂമിക്ക് ചേർക്കേണ്ടതും അതേപോലെ തന്നെ 200 ഗ്രാമാണ്. അത് ഹ്യൂമിക്കിൻ്റെ ലിക്വിഡ് വാങ്ങിക്കാൻ കിട്ടും, അത് ചേർത്ത് കൊടുക്കുകയാണ്. നമ്മൾ ലിക്വിഡായിട്ട് കൊടുക്കുമ്പോൾ ഏറ്റവും എളുപ്പം അതാണ്. 200 ഗ്രാം ഹ്യൂമിക്കും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ 200 ഗ്രാം ഹ്യൂമിക്കും കൂടെ ചേർത്തിട്ടുണ്ട്. സൊല്യൂഷൻ 1 EM1 മാപ്പിളിൻ്റെ ഒരുപാട് കമ്പനിക്കാരത്തുണ്ട്. എഫക്റ്റീവ് മൈക്രോ ഓർഗാനിസം സംഭവം എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, നമ്മളെല്ലാ ബാക്ടീരിയനെ കൂടുതൽ മൾട്ടിപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ലിക്വിഡ് സൊല്യൂഷൻ ഉപയോഗിക്കുന്നത്. അത് നമ്മൾ 1 ലിറ്റർ ഉപയോഗിക്കുന്നുണ്ട്. 1 ലിറ്റർ 700 സംതിങ് ആണ് 1 ലിറ്ററിന് വില വരുന്നത്. ഇത്രയും സംഗതികളാണ് നമ്മൾ ചേർത്ത് അതിൽ നമ്മളെ ഈ ടോണിക് അല്ലെങ്കിൽ ഈ ലിക്വിഡ് സ്ലറി ഉണ്ടാക്കാൻ നമ്മൾ ഉപയോഗിക്കുന്നത്. ഇതിനെ 200 ലിറ്റർ വെള്ളത്തിലേക്ക് നമ്മൾ ഇതിപ്പോൾ 100 ലിറ്റർ വെള്ളമാണ് എടുത്തിട്ടുള്ളത്. ഇത് നല്ല ഇളക്കി ബാക്കി വെള്ളം കൂടെ ചേർത്തിട്ട് അധികം വെയിലൊന്നും കിട്ടാത്ത രൂപത്തിൽ എയർ ടൈറ്റ് ആവാതെ മൂടി. അപ്പോൾ നമ്മൾ ആ 100 ലിറ്ററിന് വീണ്ടും വെള്ളം ഒഴിച്ചിട്ട് 200 ആക്കിയിട്ട് വെക്കാനുള്ള പരിപാടിയിലാണ്. അപ്പം നല്ലൊരു സൊല്യൂഷനാണിത്, നല്ലൊരു സ്ലറിയാണ്. അപ്പോൾ 100% ജൈവികമായിട്ടുള്ള വളങ്ങളാണ് ഈ ചെയ്തിട്ടുള്ളത്. നമ്മൾ കരരൂപത്തിൽ ചാണകമോ മറ്റുള്ള ഒന്നും ഇതിൽ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ വായുസഞ്ചാരം നമ്മൾ അടഞ്ഞു പോകും. അത് എടുക്കാൻ വേണ്ടിയിട്ട് വേര് മേലേക്ക് വന്നിട്ട് വേര് മേലെ നിറയും. അപ്പോൾ അത് ഒഴിവാക്കാനാണ് വേരിൻ്റെ അടുത്തേക്ക് നമ്മൾ വളം കൊടുക്കുന്നത്. ലിക്വിഡ് രൂപത്തിൽ വളം കൊടുത്താൽ ഇറങ്ങിച്ചെല്ലും. ഇപ്പം ഇത് നമ്മുടെ ഡോളോമേറ്റാണ്, അത് മണ്ണിൽ സാവധാനം ചേരുന്നതാണ്. ഇതും നമ്മളൊന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഒന്നും കൂടെ രണ്ടാമത് ഇളക്കി കൊടുത്ത് മണ്ണിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കണം. എയർ ടൈറ്റ് ആവാതെ മൂടി വെച്ചിട്ട് 2 ദിവസം 48 മണിക്കൂർ മിനിമം നമ്മൾ വെച്ചിട്ടാണ് ഇത് ഉപയോഗിക്കേണ്ടത്. ഇനി കൂടുതൽ വീര്യത്തിൽ ഉപയോഗിക്കണം എന്നുണ്ടെങ്കിൽ ഒരു 7 ദിവസം വരെ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപാട് ലാഭമാണ്. ഒരുപാട് ലാഭം എന്ന് പറഞ്ഞാൽ 10-1 മാത്രമേ ലിക്വിഡ് ഉപയോഗിച്ചാൽ മതി, ബാക്കി വെള്ളം ചേർത്തിട്ട് ഉപയോഗിക്കാം. നമുക്ക് കൂടുതൽ ഇപ്പോൾ പെട്ടെന്ന് കൊടുക്കണമെന്നുണ്ടെങ്കിൽ മാക്സിമം 2 ദിവസമെങ്കിലും ചെയ്തിട്ട് 50-50 1 ലിറ്റർ ആണെങ്കിൽ 1 ലിറ്റർ വെള്ളം ചേർത്തിട്ട് ഉപയോഗിച്ച് കൊടുക്കുക, പാർന്നു കൊടുക്കുക. ഇതിപ്പോൾ ഇനി ഉപയോഗിക്കേണ്ടത് എങ്ങനെയാണെന്നുള്ളത് സാധാരണ വളം കൊടുക്കുന്ന പോലെ തന്നെ നമ്മൾ 2 ദിവസം കഴിഞ്ഞിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ എടുത്തിട്ട് ഇതിൻ്റെ കടക്കൽ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഇത് അതിൻ്റെ മുന്നോടിയായിട്ട് പോളിഹൈറ്റും പിന്നെ അതേപോലെ തന്നെ ഡോളോമൈറ്റും നമ്മൾ കൊടുത്തിരിക്കണം. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ലിക്വിഡ് ഒഴിച്ച് കൊടുക്കേണ്ടത്. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കാനുള്ളത് ഡോളോമൈറ്റ് ഒരിക്കലും വളമല്ല, അത് നമ്മൾ pH കൺട്രോൾ ചെയ്യാനുള്ള സംഗതികളാണ്. അതേപോലെ തന്നെ ഹ്യൂമിക് ആസിഡ് വളമല്ല, അത് വേരുകളെ ത്വരിതപ്പെടുത്താനും കൂടുതൽ വേരുകൾ ഉണ്ടാക്കാനും പിന്നെ ചെടികൾക്ക് ഉള്ള വളം നമ്മൾ കൊടുക്കുന്ന വളം വലിച്ചെടുക്കാനുള്ള പവർ കൂട്ടാനൊക്കെ ഉള്ളതാണ്. അതേപോലെ സീവീഡ് എക്സ്ട്രാക്റ്റ് അത് വളമല്ല, അത് കൂടുതൽ കൊടുക്കേണ്ട ആവശ്യമില്ല. ഒരു ചെടിക്ക് മാക്സിമം ലിക്വിഡ് ആണെങ്കിൽ ഒരു 10 മില്ലി അല്ലെങ്കിൽ 15 മില്ലിയാണ് ആവശ്യമുള്ളത്. അതിൽ കൂടുതൽ കൊടുത്തിട്ട് കാര്യമില്ല, നഷ്ടപ്പെട്ടു പോകും. അതും ഈ ചെടികളുടെ മഴക്കാലത്താണെങ്കിലും വേനൽക്കാലത്താണെങ്കിലും ഓവർ ചൂട് വരുമ്പോൾ ചെടികൾക്ക് വരുന്ന പ്രഷർ, അതേ മഴക്കാലത്ത് വെള്ളത്തിൻ്റെ കെട്ടി നിൽക്കുന്നത്, അതൊക്കെ അതിൽ നിന്നൊക്കെ വരുന്ന അസുഖങ്ങൾ കൺട്രോൾ ചെയ്യാനും മണ്ണിനെ അതിൻ്റെ യഥാർത്ഥ സ്വഭാവത്തിൽ നമ്മൾ കൊടുക്കുന്ന വളങ്ങൾ യഥാർത്ഥ സ്വഭാവത്തിൽ ചെടികൾക്ക് വലിച്ചെടുക്കാനും വേണ്ടിയിട്ടുള്ള പ്രോപ്പർട്ടികളാണ്. അതൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക. ഓവറാക്കിയിട്ട് ആരും കൊടുക്കേണ്ട ആവശ്യമില്ല. നൈട്രജനും ഫോസ്ഫറസും പൊട്ടാഷ്യം അടങ്ങിയ വളങ്ങളാണ് നമുക്ക് വളമായിട്ട് കൊടുക്കുന്നത്. മറ്റുള്ളതൊക്കെ അതിനോട് ചേർന്നിട്ടുള്ള സംഗതികളാണ്. അപ്പോൾ കൂടുതൽ വിശേഷങ്ങളൊക്കെ ആയിട്ട് പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബായ്. അബ്ദുൾ റസാഖ് തിരൂർ.